ഓണം റിലീസിലൂടെ തിയേറ്ററുകളിൽ വീണ്ടും ജനസാഗരമാകുമെന്ന സിനിമാ പ്രേമികളുടെ പ്രതീക്ഷ. ദൃശ്യം 3-ന് ശേഷം എടുത്തു പറയാൻ വലിയൊരു ഹിറ്റില്ലാതിരിക്കുന്ന കേരള ബോക്സ് ഓഫീസിനെ ഇളക്കിമറിക്കാൻ 3 വമ്പൻ സിനിമകളാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. മൂന്നും വ്യത്യസ്ത ജോണറുകളിലാണെന്നും ഹൈപ്പ് ഉയർത്തുന്നു. ഓണം റിലീസുകളിലെ ഏറ്റവും ഹൈപ്പുള്ള ചിത്രങ്ങളിലൊന്നാണ് ഖലീഫ. പൃഥ്വിരാജിനെ നായകനാക്കി വൈശാഖ് അണിയിച്ചൊരുക്കുന്ന ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റുകളും പ്രതീക്ഷ നൽകുന്നതായിരുന്നു. ആക്ഷൻ ത്രില്ലറായിട്ട് ഒരുങ്ങുന്ന ചിത്രത്തിൽ പൃഥ്വിയുടെ വ്യത്യസ്ത ഗെറ്റപ്പുകൾ ശ്രദ്ധ നേടിയിരുന്നു. രണ്ട് ഭാഗങ്ങളായി ഒരുക്കുന്ന ചിത്രത്തിന്റെ മോഹൻലാൽ അതിഥി വേഷത്തിൽ എത്തുന്നതോടെ ഹൈപ്പ് ഇരട്ടിയായി മാറുകയും ചെയ്തു. സ്വർണ്ണക്കടത്തും അതുമായി ബന്ധപ്പെട്ട ഗ്യാങ് വാറുമാണ് ഖലീഫയുടെ പ്രമേയം. പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന അമീർ അലിയുടെ മുത്തശ്ശനായ മാമ്പറക്കൽ അഹമ്മദ് അലിയായിട്ടാണ് മോഹൻലാൽ വേഷമിടുന്നത്. 15 മിനിറ്റോളം വരുന്ന ഭാഗങ്ങളാണ് ഖലീഫയിൽ മോഹൻലാലിന് ഉള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ. മോഹൻലാലിനൊപ്പം ചിത്രത്തിലെ മറ്റൊരു അതിഥി വേഷം സിനിമാ പേജിൽ ചർച്ചയാകുന്നുണ്ട്. ടൊവിനോ തോമസും ഖലീഫയുടെ ഭാഗമാകുമെന്ന് ആദ്യം മുതൽ റൂമറുകളുണ്ടായിരുന്നു. അതിനെ ശരിവെക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഒരൊറ്റ ഫൈറ്റ് സീനിൽ മാത്രമാകും ടൊവിനോ പ്രത്യക്ഷപ്പെടുന്നത് എന്ന് റിപ്പോർട്ടുകളുണ്ട്. ചിത്രത്തിൽ ഏറെ ഹൈപ്പുള്ള റെയിൻ ഫൈറ്റിലായിരിക്കും പൃഥ്വിരാജിനൊപ്പം ടൊവിനോ ഉണ്ടാകുമെന്ന സിനിമാ പേജ് റിപ്പോർട്ട് ചെയ്യുന്നു. ലീൻ ബോഡിയിലെ മലബാറിലെ ചെത്ത് പയ്യന്റെ ഗെറ്റപ്പിൽ ടൊവിനോ എത്തുമ്പോൾ തിയേറ്ററുകളിൽ പൂരപ്പുറമ്പാകും എന്ന് ഉറപ്പാണ്. പള്ളിച്ചട്ടമ്പിൽ വർക്കാതെ പോയ പൃഥ്വി ടൊവിനോ കോംബോ ഖലീഫയിൽ കയ്യടി നേടുമെന്ന പ്രതീക്ഷയിലാണ്. മോഹൻലാലിനെ വരെ റിവീൽ ചെയ്ത അണിയപ്പുറത്തിൽ ടൊവിനോയെ രഹസ്യമായി വെക്കുന്നത് ഹൈപ്പ് വീണ്ടും ഉയർത്തുകയാണ്. 40 കോടിക്കടുത്ത് ചെലവഴിച്ച ഖലീഫ അണിയിച്ചൊരുക്കുന്നത് പോക്കിരി രാജയ്ക്ക് ശേഷം പൃഥ്വിയും വൈശാഖും ഒന്നിക്കുന്ന ചിത്രം എന്ന പ്രത്യേകതയും ഖലീഫയ്ക്കുണ്ട്.